ഇനി അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു അപകടം വരാത്ത രീതിയിലുള്ള സ്ഥലം ഗവൺമെൻറ് വാങ്ങിയിട്ട് അവരെ സ്വസ്ഥമായി സന്തോഷകരമായി ജീവിപ്പിക്കാൻ അനുവദിക്കുക. അവർക്ക് ഈ ഗവൺമെൻറ് കഴിയുന്നതിനിടയിൽ തന്നെ അവർക്ക് നല്ലൊരു പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുക. അത് ഈ ഗവൺമെൻറ്റിനും ഏറ്റവും നല്ല പേരും പെരുമയും ഉണ്ടാകും. അത് ചെയ്യുന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പം അവർ പാവങ്ങളാണ്, അവർ പുറലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണ്. എങ്കിലും അവർക്ക് വേണ്ടുന്നത് ഇപ്പം ഓരോ ആളും വാടക നിന്നിട്ട് അവർക്ക് റൂമിന് വാടക കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല. പലവർക്കും സർക്കാരിൽ നിന്ന് പൈസ ലഭിച്ചിട്ടില്ല. അതെന്തെങ്കിലും കള്ളാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോരായ്മ കുറവുകൊണ്ടായിരിക്കാം. നമ്മളാരെയും മോശമായി ചിത്രീകരിക്കാനോ വിമർശിക്കാനോ ഇല്ല. എന്തായാലും ഗവൺമെൻറ്റിന് കുറച്ച് സമയം കൊടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാതെ നമുക്ക് വേണ്ടുന്നത് മുണ്ടങ്കയിലും ചൂരന്മലയിലുള്ള ആ സഹോദരന്മാർക്ക് നഷ്ടപ്പെട്ട തലചായ്ക്കാൻ ഒരു ഇടമെങ്കിലും കൊടുക്കണം എന്നാണ്. 6 അടി മണ്ണ് പോലും ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടുന്നത് ഇപ്പം ഓരോ രാഷ്ട്രീയക്കാരൊക്കെ എന്താ വെച്ചാൽ വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങൾ പരസ്പരം തമ്മാമിൽ മത്സരിക്കാതെ ഒത്തൊരുമയോടുകൂടി ഈ ഒരു നല്ലൊരു കാര്യം വിജയിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുക. നിങ്ങൾക്കത് കഴിയും. കാരണം മറ്റുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ 3 രാഷ്ട്രീയത്തിലുമുണ്ട്. കോൺഗ്രസിലായാലും BJP-യിലായാലും മാർക്സിസ്റ്റിലായാലും ഉണ്ട്, SNDP-യിലായാലും ഉണ്ട്. അപ്പം ഇവരെ ഒക്കെ നിങ്ങൾ ഈ കരുതൽ നിങ്ങൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി മാത്രമാകരുത്. നിങ്ങളിട്ട് പോകരുത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു പോകും. എനിക്കറിയുന്നതുകൊണ്ടോ പറയുന്നതാണ്. അവരൊക്കെ ആ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് ജീവിച്ചവരാണ്. അപ്പം ഇന്നിപ്പം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കൂടപ്പുറപ്പുകൾ നഷ്ടപ്പെട്ടു, അച്ഛനമ്മയും നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ, അങ്ങനെ ഒത്തിരി പേര് ഇപ്പം മണ്ണിൻ്റെ അടിയിൽ. സങ്കടം കൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ സർക്കാരിനോടാ പറയുന്നു, അതിവേഗം തന്നെ. ഇനിയൊരു മഴക്കാലം നിങ്ങൾ കാത്തിരിക്കാതെ, ഇനിയൊരു ഉരുൾപൊട്ടലും കൂടി കാത്തിരിക്കാതെ നിങ്ങൾ ആദ്യം കാണിച്ച ആവേശം ഇപ്പം കാണിക്കണം. വേഷിയുണ്ട്. ഞാൻ കണ്ടെടുത്തോളം ഏഷ്യാനെറ്റും റിപ്പോർട്ട് ചാനലും ഇങ്ങനെയുള്ള നല്ല ചാനലുകളാണ് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റിപ്പോർട്ട് ചാനലിലുള്ള അരുൺ സാറ് അവരൊക്കെ ഓടിപ്പോയിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റും അതുപോലെ പോയിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ഇനിയും ചെയ്യുക. ഇവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സർക്കാർ അതിൽ കൂടുതലും ഇതാക്കാതെ. കാരണം വൈകിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് സർക്കാരിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ രാഷ്ട്രം നോക്കാതെ നിങ്ങൾ സഹായിക്കുക. അപ്പം ഈ കൊച്ചു സംഗതികൾ കാണിച്ചു തരാൻ വന്നതാണ്. ഒരു സാധനം കൂടി ഉണ്ട്, ടെൻഡായിരുന്നു. അത് കഴിച്ച് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതായാലും അതും കൂടി കാണിച്ചു തരാം. ഇതെന്നാ അറിയാം, ഇതൊരു സ്റ്റിക്കാണ്. സ്റ്റിക്ക് എന്ന് വെച്ചാൽ നല്ല നീളത്തിൽ നമുക്ക് ഞാനോട് കുറേ കൂട്ട് ചോദിച്ചിട്ടുണ്ട്, ഗുരുജി ഡ്രോൺ ക്യാമറയിലാണോ എടുക്കുന്നത്? എല്ലാം ഞാനിതാ ഇതിലാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് എൻ്റെ വണ്ടി കണ്ടില്ല നിങ്ങൾ? അത് പൊട്ടിപ്പോയി. വലിയ പൈസ സാധനമാണ്. ഇത് ഞാൻ ബോംബെയിൽ അന്വേഷിച്ചപ്പോൾ 17,000 രൂപ ഇതിന് പറഞ്ഞത്. അപ്പം ഇത് ഇങ്ങനത്തെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് നീട്ടി പോകാൻ പറ്റും. കണ്ടോ? ഇനിയും നീട്ടാൻ പറ്റുമോ? അത് ഇനി അങ്ങത്തോളം നീട്ടാൻ പറ്റും. ഇത് എൻ്റെ ഈ യാത്രക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്, വാങ്ങിയതാണ്. ഇതും ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ചോദിക്കും, ഇവൻ കൈലാസത്ത് പോകുന്നു ഹിമാലയത്തിൽ പോകുന്നു, പക്ഷെ എന്താ ഇവൻ പോകാറിയുന്നത്? ഇങ്ങനെ വെറുതെ അങ്ങ് പോയിക്കൂടല്ലോ. നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാം. അപ്പോൾ അങ്ങ് വെറുതെ കൈയാട്ടിയിട്ട് വെറുതെ ഇടുന്ന ഒരു
ചെറിയ ചെറിയ കുട്ടികൾ പോകുന്ന പോലെ ഒരു ആവേശത്തിൽ പാഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടും ഒരാളും സഹായിക്കാനുണ്ടാവും. പിന്നെ ഇതുപോലുള്ള ഇതിന് നല്ല മനുഷ്യരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാരുടെ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലവർ നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എനിക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേരെ കാല് കൈ പിടിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സംഭവം. ഞാൻ അങ്ങോട്ട് കൊടുത്ത് ശീലമല്ലാതെ ഞാൻ ആരെടുത്തും ഇങ്ങോട്ടങ്ങനെ ഓസിയായിട്ട്, നമ്മളെ എടുത്ത ഭാഷയാണ് ഓസി ആയിട്ട് അങ്ങനെ വാങ്ങിയിട്ട് ഉള്ള ഇതില്ല. പക്ഷേ ഞാൻ വാങ്ങേണ്ട അങ്ങനെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഭഗവതി ഉപാസിക്കുന്ന ദേവി തന്നെ എനിക്ക് കൊണ്ടുതരാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ വേഗം യാത്ര ചെയ്യാലോ, ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ വയസ്സും ആവും, നമുക്ക് യാത്രക്കും ബുദ്ധിമുട്ടാവും, പലതും വിഷം വരുമല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായി. ഇത് മാറ്റാണ് കേട്ടോ. ഇത് നമ്മൾ സ്ലിപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അടിയിൽ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിന് നല്ല പൈസയുണ്ട്. ഇത് ചെറിയ പൈസ സാധനമൊന്നുമല്ല. 5000 ചിലർത്തോളം ഇതിനുണ്ട്. അപ്പം അതാണ്, ഇത് നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ്. ഇതാണ് ടെൻറ്റ്. ടെൻറ്റ് ഇതിന് കഴിക്കുന്നില്ല. ഇതാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സ്കാൻ ചെയ്താൽ അതിൻ്റെ സ്കാനിങ് ഇത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നോക്കി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റേറ്റും കാര്യം ഇല്ല പൈസൻ്റെ ടെൻറ്റാണ്. ഈ കമ്പനി ടെലികാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ നല്ല കമ്പനിയാണ്, നല്ല സാധനമാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഈ സമയം വരെ. എന്താ ഓപ്പൺ ചെയ്യാതെ വെച്ചാൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ഓപ്പൺ ചെയ്യുമ്പം ഞാൻ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ എന്നല്ല, 2 വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പം സ്ലിപ്പ് ചെയ്യാതെ ഇത് കാണുക. അപ്പം എപ്പം പറയും പോലെ എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയേ ഉള്ളൂ. 2020 ഞാൻ തുടങ്ങിയതാണ്. ഇപ്പം ഈ 2020, 2024 4 കൊല്ലമായി. അതിലിടയിൽ എനിക്ക് ചിലവായ പൈസ നിങ്ങൾ കേട്ടാൽ ഞെട്ടിക്കും. 9.5 ലക്ഷം റുപ്യയാണ്. ആലോചിച്ചൊക്കെ നിങ്ങൾ. 4.5 ലക്ഷം റുപ്യക്ക് മേലെ വണ്ടിക്ക് മാത്രം ചിലവായി. ഞാൻ ഓരോന്നും ഈ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും വാങ്ങും. 55,000 റുപ്യായിരുന്നു ഗോപുറോ ക്യാമറ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ സാധനങ്ങൾ വാങ്ങുമ്പം പിന്നെ വണ്ടീൻ്റെ സർവീസിൻ്റെയോ അതിൻ്റെ എല്ലാം വരുമ്പോൾ ഇതെല്ലാം ചിലവല്ലേ. അപ്പം എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഒത്തിരി പേരത്തുനിന്ന് 2.5 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യെല്ലാം കടം വാങ്ങിയിട്ടല്ലാന്ന് ഞാൻ ഇത്രയും വരെ ഇതെല്ലാം ആക്കിയിട്ട് പോകുന്നത്. എന്താ വെച്ചാൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. യൂട്യൂബിൽ നിന്ന് കിട്ടും എന്നുള്ള ഇതുകൊണ്ട് മാത്രമല്ല, യാത്ര ചെയ്യുമ്പം എന്തായാലും നമുക്കത് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഞാൻ വാങ്ങിയ കൂട്ടർ ആരും കുരിച്ച് പൈസ തരാണ്ടായി പോകുന്ന ചാവുന്നില്ല. എൻ്റെ കിഡ്നി വിറ്റാലൊന്നും ഞാൻ നിങ്ങൾക്ക് പൈസ തരും. അത്രത്തോളം ഞാൻ പറയുന്നതാണ്. ഞാൻ ഈ ഭൂമി വിട്ട് പോകുന്നതിടെ ആർക്കും കടക്കാരനാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ഈ യൂട്യൂബിലേക്ക് കൂടി 2 ഉദ്ദേശമായിരുന്നു. ഒന്ന്, എനിക്ക് യാത്രകൾ ആരും ആശ്രയിക്കാണ്ട് പോകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെ തന്നെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയുന്ന ഒത്തിരി പേര് കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരും കീശയിൽ പൈസ ഉള്ളവരും സാമ്പത്തികമായി കുടുംബത്തിൽ പൈസ ഉള്ളവരെല്ലാം എങ്ങനെയാണെന്ന് പോകുന്നത് അവർക്ക് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ അതില്ലാതെ ഒത്തിരി എന്നെ പോലുള്ള ഒത്തിരി നല്ല മക്കളുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേര് സഹായം കൊണ്ടാണ്, സ്നേഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടോ സൈക്കിൾ കൊണ്ടൊക്കെ ഹിമാലയത്തിൽ പോകുന്ന കണ്ടില്ലേ നിങ്ങൾ. ഇപ്പം അങ്ങനെയുള്ളത്. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേര് സഹായിച്ചുകൊണ്ടാണ് അവർക്കൊക്കെ ഈ യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചത്. എൻ്റെ വാക്കുകൾ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ, ഞാൻ വാങ്ങിയ ഈ കൊച്ചു സാധനങ്ങൾ എനിക്ക് സംബന്ധിച്ചത് ഇത് വലിയ സാധനങ്ങളാണ്. അത് വാങ്ങാൻ കാരണം എനിക്ക് ഈ യാത്രയിലുള്ള ഇഷ്ടമാണ്. എന്തിനാ ഇത് പറഞ്ഞു വെച്ചാൽ എപ്പോഴും ഇത് കാണിക്കാനും ഒരു കാരണമുണ്ട്. എന്നോട് ഒത്തിരി പേര് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയും പിന്നെ വയനാട്ടിൽ നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും കോഴിക്കോട് നിന്നായാലും പല സ്ഥലത്തും ഞാൻ കാസർഗോഡ് പോയപ്പോൾ അല്ലപ്പോൾ ഈ യാത്ര പത്രനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായല്ലോ, വർഷങ്ങളായല്ലോ, നിങ്ങൾ ഇനിയും പോയിന്നില്ലേ? പോകണ്ടിക്കലെന്ന് വെച്ചാൽ എനിക്കിപ്പം പോവാം. പൈസ ഇപ്പം നിങ്ങൾ തരുവാണെങ്കിൽ എനിക്ക് തീർച്ചയായും ഇപ്പം അല്ലാണ്ട് ഞാൻ പോവാം. പക്ഷെ അങ്ങനെ പോകാൻ വേണ്ടി അല്ലല്ലോ വന്നിട്ടുള്ളൂ. ഞാൻ ഓരോ സംസ്ഥാനം കയറിപ്പോണ്ടേ, ഓരോ ജില്ലകളും കയറിപ്പോണ്ടേ. ഞാനിപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെല്ലാ ജില്ലയും പൂർത്തിയാക്കിയ. ഞാൻ വയനാട്ടിൽ തന്നെ കുറച്ചേ പോയിട്ടുള്ളൂ. ഇവിടെ ഞാൻ കരുതി ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ
ഇത് എല്ലാം ഇത് ഞാൻ ചെയ്യുന്നത് ദേവി പറഞ്ഞു തന്നിട്ടും ദേവിയിൽ നിന്നുള്ള ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളും പിന്നെ എൻ്റെ നല്ല കുഞ്ഞുങ്ങൾ നല്ല മക്കൾ അവരെനിക്ക് വിളിച്ചു തന്നിട്ട് ഗുരുജി നമ്മളെ നാട്ടിൽ ഇങ്ങനെ ക്ഷേത്രമുണ്ട്, അപ്പം ഗുരുജി വരണം. അപ്പം ഞാൻ പറഞ്ഞു മോനെ എനിക്ക് യാത്ര ചെയ്യാൻ ഓരോ ക്ഷേത്രങ്ങൾ സഹായിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പിന്നെ നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ അവരും എണ്ണ അടിച്ചിട്ടും ഫുഡിന് പൈസ തന്നിട്ടും അങ്ങനെയല്ലാന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്നെ സഹായിക്കാം, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളവിടെ വന്ന് ചിത്രീകരിക്കാം. അതെവിടെയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ കാസർഗോഡും വീണ്ടും വീണ്ടും കണ്ണൂരൊക്കെ കാണുന്നത്. പിന്നെ അതുകൊണ്ടാണ്. പിന്നെ വയനാട്ടിലും കോഴിക്കോടും അങ്ങോട്ടെല്ലാം മലയാളം വിളിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിനിടയിൽ കാസർഗോഡ് ഒരു ഗോശാലയിൽ പോയിട്ട് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിച്ചെന്ന് വെച്ചാൽ അവരോട് ഞാൻ പെർമിഷൻ വാങ്ങി അനുവാദം വാങ്ങി അങ്ങനെയെല്ലാം പോയതാണ്. പക്ഷേ നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ തന്നിട്ടും പിന്നെ ഒരിടത്തുനിന്നും കടം വാങ്ങി തിരിച്ചിട്ടെല്ലാം എന്നെ അടിച്ചിട്ട് യാത്ര ചെയ്യും. ഞാനിവിടുന്ന് വയനാട്ടിൽ പോയി. വയനാട്ടിൽ മേപ്പാടിയ സാധനം ഉണ്ടായത് ക്യാമറയെല്ലാം അവിടെ പോയി. ഇവിടുന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടുന്ന് പോയി. പിന്നെ വെള്ളിയാഴ്ച രാത്രി പോയിട്ട് വെള്ളിയാഴ്ച രാത്രി പോയി ശനിയാഴ്ച കുറച്ച് സമയം ഒരു ഉച്ച വരെ അവിടെ കടന്നുറങ്ങി. വെള്ളിയാഴ്ച രാത്രി ഒരു 8:30 മണിക്ക് അങ്ങനെ പോയത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഞാൻ 8 മണിക്കല്ല പുലർച്ചക്ക് 4 മണിക്ക് 2 മണിക്ക് പുലർച്ചക്ക് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പുലർച്ചക്ക് 2 മണിക്ക് ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ കാസർഗോഡ് ജില്ലയിൽ എത്തുമ്പോൾ 11:30 മണി. കാരണം ഒന്നങ്ങോട്ട് മഴയുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയമായതുകൊണ്ട് ഇല്ല സ്പീഡിൽ വന്നുകൂടാ, കാരണം ചുരം ഇറങ്ങിയിട്ട് വരുന്നതല്ലേ. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു സ്ലോയിൽ ഞാൻ ഒരു 10, 40, 50 സ്പീഡിലാണ് ഇങ്ങനെ ആ ലെവലിൽ പോക്കുള്ളൂ. അങ്ങനെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം വെള്ളമൊന്നുമില്ല. അവിടെ പോയിട്ട് ആ ആശ്രമത്തിൽ നിന്നാണ് എനിക്ക് ചായ തരുന്നത്. ഞാൻ ചായയും കുടിച്ചു. കാരണം വെച്ചാൽ എല്ലായിടത്തും കോഴിക്കോട് ഭാഗത്തും പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തത്തിൻ്റെ കളിയാണ്. വെള്ളം കുടിക്കുമ്പോൾ നല്ലോണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കും. പിന്നെ ഐസ്ക്രീം എല്ലാം ഈ കണ്ടമാനം വാങ്ങി താൽക്കാലികമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക. കച്ചവടം പൂട്ടിക്കാനുള്ള പണിയൊന്നും എടുത്തു വെക്കുന്നതല്ല, വേറൊന്നും ഉപയോഗിക്കണം. ഇത്തിരി സെഷൻ കടയും ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന സുഹൃത്തുക്കൾ എൻ്റെ ഉണ്ട്. അവർ പറയും ഗുരുജി നിങ്ങൾ നമ്മളെ കച്ചവടം പൊട്ടിക്കേണ്ട പരിപാടി എടുത്തു വെക്കുന്നത്. അതൊന്നുമല്ല, നിങ്ങൾ നല്ല പ്രോഡക്റ്റ്, നല്ല സാധനം, നല്ല കമ്പനി സാധനം കൊടുക്കുക, ശ്രദ്ധിക്കുക എല്ലാവരും. ഒന്നത്. പിന്നെ അപ്പോൾ അവിടുന്ന് ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് അപേക്ഷിക്കാൻ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ. ദയവായി എൻ്റെ ഏകദേശം അതിൻ്റെ അടുത്തോളം എത്തിയിട്ട് വീണ്ടും കുറഞ്ഞു വരിക. പിന്നെയും ഞാൻ 1-2 ആഴ്ച വീണ്ടും ഇടാണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് കുറഞ്ഞു പോവുക. ഇപ്പം ഇതിനിടയിൽ ഒരു മാസം ഇടാണ്ട് നിന്നപ്പം 3000-ന് ഒരു 2800 ആയതാണ്. ഒറ്റടിക്ക് കുറഞ്ഞ് 2500 എൻ്റെ അത് എങ്ങനെയോ പിടിച്ച് വീണ്ടും 2600 എത്തിയപ്പോൾ ഇപ്പം 2-3 ദിവസത്തെ വീഡിയോ വീണ്ടും പഴയ പോലെ 2500 കാരണം അത് വാച്ച് ടൈമാണ് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ആവുന്നറിയില്ല. യൂട്യൂബ് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വല്ലാതെ കളിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ യൂട്യൂബ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 വർഷം ഒരു മനുഷ്യൻ ഇത്രത്തോളം മുടങ്ങാതെ കഷ്ടപ്പെട്ട് ഡെയിലി വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. ആലോചിച്ചോട്ടെ, ഡെയിലി കണക്ക് പഞ്ചിട്ട് പോലും ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും യൂട്യൂബിന് ഒരു കാരുണ്യം, ഒരു ദയവ് കാണിക്കാതെ ഒരു ഇന്നലെ തുടങ്ങിയ ഒരാളെ പോലെ അത് അപ്പം തന്നെ ചവിട്ടിത്താക്കുന്ന ഒരു താത്തേക്ക് പൊന്താൻ വിടുന്നേ ഇല്ല. ഒരു വിധത്തിലും മോട്ടിവേഷൻ ആകാൻ വിടുന്നില്ല. ഏകദേശം അതിൻ്റെ അടുപ്പിച്ചോളം എത്തി. 3000 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് വീഡിയോയിൽ നല്ല റീച്ചുള്ള ഷോർട്ട് വീഡിയോയിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു ലെവലേശം ഒരു ഇഞ്ച് പോലും അങ്ങ് എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കും. വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഡബിൾ ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്. ഒന്നടിച്ച് പോരാതെ പിന്നെ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ അടിക്കണം. ഡബിൾ ടിക്ക് കാണണം, അതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതെ. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തും. രണ്ടാമത് വെച്ചാൽ നല്ല നല്ല കമൻസ് അയക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോകജനതയുടെ കയ്യിലേക്ക് നമുക്ക് നമ്മുടെ ദേശത്തുള്ള ക്ഷേത്രങ്ങളും കാഴ്ചകളും അവിടുത്തെ സംസ്കാരങ്ങളും നമ്മൾക്ക് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമയും സ്നേഹവും
അവിടുത്തെ കളിയാട്ടവും പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയും, തകർന്നു പോയ ക്ഷേത്രമാണെങ്കിൽ പുനർനിർമ്മാണത്തെ കൊണ്ടുവരാനും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ പരിശ്രമം. അപ്പം അതും ഒക്കെ നമുക്ക് സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം അത്യാവശ്യം പറ്റും. നിങ്ങളെ ഗ്രൂപ്പിലേക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ അത് എത്താൻ പറ്റും. പിന്നെ ഞാൻ ഈ മൊബൈലിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനത്തിലൊന്നും കളിച്ച് ശീലമില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ ഇതുകൊണ്ടെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഡൽഹി വരെ സിം ഉപയോഗിക്കാൻ പറ്റും. പണ്ട് പിന്നെ കൊപ്പര തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്ന നോക്കിയൻ്റെ ഒരു ചെറിയൊരു ഫോണ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അധികം ഉപയോഗിക്കാൻ പറ്റില്ല. സൗണ്ട് കുറയുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഒന്നും ഉപയോഗിക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം അത് പിന്നെ ഞാൻ മനസ്സെവിടെയോ പോയി അതാണ് എൻ്റെ അവസ്ഥ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പിലേക്ക് അയക്കുക. പിന്നെ തെയ്യം ഗ്രൂപ്പിൽ ഞാൻ ധാരാളം ഇട്ടപ്പം അതിൽ കുറേ പേര് എന്നെ അതിൽ നിന്ന് ഡൈവേർട്ടായി കഴിഞ്ഞു, അതിനെ ഒഴിവായി കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെയ്യങ്ങളതല്ല ഇടുന്നത്, ക്ഷേത്രവും തെയ്യങ്ങളും അറിയില്ലെങ്കിൽ അത് പഠിച്ചു തന്നെ വരണം. ഇല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് പറയേണ്ട വാക്കുകൾ നമ്മൾ പറയേണ്ടതായി വരും. എന്നാൽ അതിന് ഒഴിവാക്കിക്കൊണ്ട് പറയുന്നതല്ല, രണ്ടും ആരാധന കേന്ദ്രം തന്നെയാണ്. രണ്ടും ഒരു ഹിന്ദു സമുദായത്തിൻ്റെ ഇതിൽ വരുന്നത് അല്ലേ, ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇതിൽ വരുന്നത് തന്നെയാണ്. സമുദായമല്ല, ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇതിൽ വരുന്നത് തന്നെയാണ്. തെയ്യങ്ങൾ വേറെ, ക്ഷേത്രങ്ങൾ വേറെ ഒന്നുമില്ല. അങ്ങനെ ക്ഷേത്രം, അമ്പലങ്ങൾ വേറെ, കാവുകൾ വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാം ദൈവം തന്നെയാണ് കൂടിയിരിക്കുന്നതാണ്. എല്ലാം പരമശിവന്റെ മറ്റൊരു രൂപമായിട്ടല്ലേ ഇപ്പോൾ പൊട്ടനെ പറ്റിയെല്ലാം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു തെറ്റുകാരണം നിങ്ങൾ എവിടെയോ എന്തൊക്കെ തെറ്റായി പഠിച്ചു വെച്ചിട്ടുണ്ട്, ആ പഠിച്ചു വെച്ചത് തിരുത്തുക. രണ്ടാമത്, നമ്മളെപ്പോലത്തെ ഒരാളായ നിങ്ങൾ വർത്തമാനം പറയുമ്പം അത് മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന, അതായത് തെയ്യങ്ങൾ കോലങ്ങൾ കെട്ടുന്നതായാലും അല്ലെങ്കിൽ തെയ്യങ്ങളിൽ നിങ്ങൾ മുഖത്ത് ചമയം ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ മറ്റുള്ള തെയ്യത്തിൻ്റെ പിന്നെ കാര്യസ്ഥനായി നടക്കുന്ന ആളായാലും ആരായിക്കോട്ടെ, നിങ്ങൾ പിന്നെ പട്ടുംപളയും കെട്ടിയ ആളാണെന്നോ എന്ന് എനിക്കറിയില്ല. പട്ടുംപളയും കെട്ടിയ ആളൊന്നും നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ വിദ്യാഭ്യാസിച്ച ഒരാളൊന്നും ഒരിക്കലും ഇങ്ങനത്തെ വർത്തമാനം ഇങ്ങനത്തെ ഇതൊന്നും പറയില്ല. കുറേ ഗ്രൂപ്പിലിട്ടപ്പം, തെയ്യ ഗ്രൂപ്പിൽ ഞാൻ പോയി ഇട്ടൊന്നല്ല. കാരണം അവരിൽ ആരും എനിക്ക് അയച്ചു തന്നു നമ്മളെ ഗ്രൂപ്പിൽ രുചിയും കൂടി പങ്കുചേരണം എന്ന് പറഞ്ഞാൽ ചേർന്നതാണ്. നോക്കപ്പോൾ ഞാൻ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇതെന്നാ മോശം പരിപാടി. ഇവാടിക്ക് ആളെ കാണിച്ചു തരാം. അയാൾ അന്ന് സകല തെയ്യ ഗ്രൂപ്പിലുണ്ട്, അയാളെ ഞാൻ കണ്ടു പരിചയമുണ്ട്. സകല തെയ്യ ഗ്രൂപ്പിലുണ്ട്. എന്നെ എല്ലാം അയാൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള ആണെന്ന് തോന്നുന്നു. അയാൾ എന്നെ സകല ഗ്രൂപ്പിൽ നിന്നും വെച്ച് പുറത്തിടുവാം, എന്നെ ഒഴിവായി കളിയാം. കാരണം ഞാനായിട്ട് അങ്ങ് പോയിട്ട് എന്നെ നിങ്ങളെ ഗ്രൂപ്പ് കേട്ട് വെച്ചിട്ട് ഞാൻ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. കാരണം എൻ്റെ ഗ്രൂപ്പിയുടെ കണ്ടിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അത്രയും ഓരോ ക്ഷേത്രം, ഇത്രയും കാലം ചെയ്ത ക്ഷേത്രങ്ങളെ പല ക്ഷേത്രങ്ങളുടെയും ഗ്രൂപ്പ് നമ്മളെ ഇതിലുണ്ട്. അതിൽ പലതും എനിക്ക് അതിൽ പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അതിൽ അഡ്മിറ്റർക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അതിൽ വരുന്ന അവരെ കാര്യങ്ങൾ എനിക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം അഡ്മിറ്റർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പെല്ലാം ഞാൻ മാക്സിമം ഒഴിവാക്കിയെന്ന്. കാരണം ഇതിൽ കൂടുതൽ കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ഒത്തിരി ക്ഷേത്രങ്ങളെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ മറ്റുള്ള എല്ലാ ഗ്രൂപ്പിലും സകല നാട്ടിലെ ജനങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ആരെപ്പറ്റി ആരോടാ ഇത് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഇത്രയും ഒരു ഇതിലിരിക്കുന്ന ഒരാളെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സാധാരണ പൊത്തോനെ ചെയ്യാൻ ഇതൊന്നും കുട്ടിക്കളിയല്ല. ഇതെല്ലാം ഈ സമയത്ത് ചോര തളുപ്പിന് ഇതെല്ലാം തോന്നും. നിൻ്റെ എല്ലാം പ്രായം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ആ സമയത്ത് നമുക്കെല്ലാം അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് അവരൊക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം വെറുതെ ഒരു പ്രകൃതിയിലെ ഒരു നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഭ്രാന്ത് തീർക്കാനുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ അത്രയും എന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനുഷ്യനും ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നല്ല നല്ല കമൻറ്റ്സ് അയക്കുക. എങ്കിൽ മാത്രമേ കൂടുതൽ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കൂ. പിന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി. ഇപ്പം നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യാത്രേൻ്റെ എണ്ണേൻ്റെയും
പിന്നെ ബാക്കിയുള്ള ഫുഡിൻ്റെയും മറ്റുള്ള ചിലവിൻ്റെ എല്ലാം പൈസ കാണും. അതിനിടയിൽ എനിക്കിപ്പം യാത്രേൻ്റെ മാത്രമല്ലല്ലോ, ഇപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ടെൻ്റ് അടിക്കാൻ കഴിയില്ല. കാരണം ടെൻ്റ് അടിക്കാൻ പെർമിഷൻ വേണം. അപ്പം അങ്ങനെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിൽ തന്നെ സാധ്യമല്ല, ഫോറസ്റ്റിലൊന്നും പോയിട്ട് അടിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം പുലിയും ആനയെല്ലാം വല്ലാതെ ഇറങ്ങുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കട്ടെ, കാട്ടിലെ പുലിയും കാട്ടിലെ ആനയും പന്നിയും എല്ലാം നാട്ടിലിറങ്ങാൻ തുടങ്ങി. നാട്ടിലിറങ്ങി അവിടെ അതിനെല്ലാം പിടിച്ചു വരുന്നു. എന്നാൽ പിന്നെ കാട്ടിൽ കയറുന്ന മനുഷ്യനെന്താ ചെയ്യാതെ? അവർ വസിക്കേണ്ടതാണ് കാട്. ആ കാട്ടിൽ കയറുന്ന മനുഷ്യനെ ആദ്യം അടിച്ച് ഇടുന്നു പായിക്കണ്ടേ? കാട്ടിൽ ആരെല്ലാം കയറി കുടിയിരിക്കുന്നുണ്ട് നിങ്ങളെ വിചാരം? അതൊന്നും ആരും കൂടി പറയുന്നില്ല. ഞാൻ പോയി കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഞാൻ ഈ യാത്രയിൽ ഞാൻ കാണിച്ചു തരും. നമ്മളെ ലക്ഷ്യം അത് തന്നെയാണ്. കാരണം നെഗറ്റീവ് പറയുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. പോസിറ്റീവായിട്ട് കാണിക്കുക, പോസിറ്റീവായിട്ട് പറയുക, പോസിറ്റീവായിട്ട് പോവുക. പിന്നെ അഘോരികളോട് വർത്തമാനം പറയുമ്പോൾ സ്വതവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മലയാളി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞുതരാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ അഘോരികളോട് ആരും സംസാരിക്കാൻ പോവാറില്ല. കാരണം നമ്മളൊക്കെ മർമ്മം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ എന്തെങ്കിലും പോയി ചൊട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരും. പിന്നെ വേക്കും നമ്മൾക്ക് അങ്ങനെ ആക്കുമ്പോൾ ഒരിക്കൽ ചൊട്ടും രണ്ടാമത് ചൊട്ടാൻ എല്ലാം വർത്താനം മാത്രമേ നടക്കൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഘോരികൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, അഘോരികളുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ വർത്താനം അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട. നിങ്ങൾ കാശിയിൽ പോയി കഴിഞ്ഞാൽ, അതായത് വാരണാസിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഘോരികൾ വസിക്കുന്ന അഘോരികൾ മാത്രമേ ഉള്ളൂ. നിങ്ങളവിടെ പുറത്ത് കാണുന്ന അഘോരികളല്ല. അതെല്ലാം ഭസ്മവും ചുടല ഭസ്മവും പയറ്റി വെച്ചിട്ട് ഭിക്ഷാന്തേഹികളാണ്. അവരൊന്നും യഥാർത്ഥ സന്യാസം നിങ്ങളെ യൂട്യൂബിൽ ഒരു അഘോരി പോലും വന്നിട്ടില്ല എന്നവരെ. പിന്നെ നിങ്ങൾ കുംഭമേളക്ക് കണ്ടിട്ടുള്ളത് അത് നാഗസന്യാസിമാരാണ്. അവിടെയും അഘോരികൾ വരുന്നില്ല. അഘോരികൾ അത് വേറെ ഒരു അവസ്ഥയിൽ വേറെ രൂപത്തിലുള്ള അവരിങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നവരല്ല. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കും. നിങ്ങൾ കാണുന്നത് ഈ ഒരു 3-4 വിഭാഗങ്ങളുണ്ട്. അതിൽ നാഗസന്യാസി വിഭാഗം വേറെയാണ്. അതാണ് നിങ്ങൾ ഈ വസ്ത്രമില്ലാതെ കുംഭമേളക്കൊക്കെ കാണുന്നത് അവരാണ്. അത് എന്തൊക്കെയോ പറഞ്ഞ് ആരൊക്കെയോ കേട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുക. ഞാൻ അവിടുന്ന് മന്ത്രകോശം വാങ്ങി ദീക്ഷ എടുത്തിട്ടുള്ള ഒരാളായിരിക്കുന്ന ഞാൻ പറയുന്നത് അത് അഘോരിയല്ല. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൗർണമിക്കാവില്ല അഘോരി വന്നെന്ന് പറഞ്ഞു. അഘോരികൾ അങ്ങനെ വരില്ല. അത് അഘോരിയാണോ അല്ലെ ഇവരായിട്ട് അഘോരിയായിട്ട് കൊണ്ടുവന്നോന്നും എനിക്കറിയില്ല. അഘോരികൾ അങ്ങനെ വരില്ല. ഞാനിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഘോരിയ മന്ത്രകോശം എടുത്ത് ദീക്ഷ എടുത്ത് ഞാൻ അഘോരത്തിൽ പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ടും അഘോരിയായിട്ട് പൂർണ്ണമായും മാറി ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. കാരണം അത് മാത്രമല്ല, ഞാൻ കൊടുത്തുപോയ വാക്ക് പാലിക്കണ്ടേ? എനിക്കതിനോട് താല്പര്യവും ഇല്ല. കൊടുത്തുപോയ വാക്ക് പാലിക്കാൻ വേണ്ടി. കാരണം ഞാൻ കൗള സമ്പ്രദായം പഠിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വയനാട് വൈത്തിരി വന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ ദക്ഷിണ ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഗുരുനാഥൻ പറഞ്ഞ് ഞാൻ നീ മന്ത്രകോശമൊക്കെ വാങ്ങി ദീക്ഷ എടുത്തതിന് കഴിഞ്ഞ ശേഷം ഞാൻ നിന്നോട് ദക്ഷിണ പറയും, അപ്പം നീ അത് ചെയ്താൽ മതി. അപ്പോൾ എനിക്കങ്ങ് ദീക്ഷ കിട്ടിയ ശേഷം ഗുരുനാഥൻ പറഞ്ഞു, ഭാരതത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന അദ്ദേഹം ഭാരതത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൽ തകർന്നു പോയ ഒത്തിരി ക്ഷേത്രങ്ങൾ അത് പുനർനിർമ്മാണത്തെ കൊണ്ടുവരിക. ക്ഷയിച്ചുപോയ ക്ഷേത്രങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് ക്ഷയിച്ചുപോയ ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്, പ്രൈവറ്റ് ആയാലും കേരളത്തിലുണ്ട്, മറ്റുള്ള സംസ്ഥാനത്തുണ്ട്. അവിടെയൊക്കെ ഓരോ ബോർഡുകളുണ്ട്. അപ്പം ആ ക്ഷയിച്ചുപോയ ക്ഷേത്രങ്ങളെ പുനർനിർമ്മാണത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. അപ്പം പഴനിക്കൊക്കെ ഞാൻ പോയി, പക്ഷെ ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് പോയിന്നേ ഉള്ളൂ. അതിനെ അപമാനിക്കണ്ടെന്ന് കരുതിയുകൊണ്ട്. അതുപോലെ തിരുമാന്താംകുന്നായിക്കോട്ടെ, ചോറ്റാനിക്കരി ആയിക്കോട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുരുവായൂരായിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ. ശബരിമലയിലും ഗുരുവായൂരിലും പോയിട്ട് ക്യാമറ ഇതൊന്നും ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ദൈവത്തിന് വരെ അതീവ പ്രൊട്ടക്ഷനാണ്. അതാണ് ആ കാലമായത്. കാരണം എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് അതിനുള്ളിരിക്കുന്നത്. അയാൾക്ക് തന്നെ ഭൂലോക പ്രൊട്ടക്ഷൻ. പിന്നെ ഞാൻ എന്താ പറയാ, അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റുണ്ടാ? അപ്പം അത് ഒരു ബിസിനസ് കേന്ദ്രമാകുമ്പം അത് തന്നെയാണ് സംഭവിക്കുക. യഥാർത്ഥമായിട്ടുള്ള, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, യഥാർത്ഥമായ ക്ഷേത്രം ഇതൊന്നുമല്ല. അവിടെ ആരും എത്തിപ്പെട്ടിട്ടുമില്ല. അപൂർവം ആൾക്കാരെ ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളൂ. ആ ക്ഷേത്രം കച്ചവട കേന്ദ്രമല്ല. ആ ക്ഷേത്രമാണ് യഥാർത്ഥ ചൈതന്യം കൂടിയിരിക്കുന്ന സ്ഥലം. അത് ഓരോ ദേശത്തും ഉണ്ട്. അത് കണ്ടെത്തൽ നിങ്ങളെ കഴിവാന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും സൂപ്പർ പവറുള്ള ക്ഷേത്രമാണെങ്കിൽ, അവിടെ ഒരു പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണെങ്കിൽ
അവിടെ ശ്രീകൃഷ്ണ പരന്ത് ശ്രീകോവിൽ 3 തവണ വലം വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചതിനും എൻ്റെ കൂടെ നിന്നതിനും എന്നെ യാത്രയെ സഹായിച്ചവരോടും എല്ലാവരോടും 1000 നന്ദി പറയുകയാണ്. നന്ദി പറയില്ല, ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അത് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറ്റുന്ന കൂട്ടറ ഞാൻ ചേർത്ത് പിടിക്കും, അതിലൊരു സംശയവും വേണ്ട. അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചേർത്ത് പിടിക്കും. അങ്ങനെ പറയൂ, ഒന്നും വാഗ്ദാനം നൽകുന്നില്ല. കാരണം എനിക്ക് പറ്റാതെ പോയിട്ടെങ്കിലോ, അതുകൊണ്ടാണ്. ചെയ്യില്ല എന്നല്ല, 100% ഞാനൊരു ദൈവോപാസകനാണ്, ഉപനയനം ചെയ്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളം പറയില്ല. ഞാൻ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കും. ഇത് നമ്മുടെ യാത്രയ്ക്ക് നിങ്ങളെ തന്നെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറഞ്ഞല്ല. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അവരാണ് എൻ്റെ ദൈവം. എനിക്ക് ഒരു സ്ഥലത്ത് കടക്കാൻ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരാണ് എൻ്റെ ദൈവം. എനിക്ക് വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരാണ് എൻ്റെ ദൈവം. ഞാൻ ഏത് ദൈവത്തെ പൂജിക്കുന്ന നിങ്ങൾക്കറിയോ? ഇത്രയും സമയമായിട്ട് ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ ഈ വിഗ്രഹ ആരാധന ഇതൊന്നുമല്ല ഞാൻ പൂജ ചെയ്യുന്നത്. ഞാനൊരു ശിവലിംഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആ ശിവലിംഗം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെപ്പോലുള്ള സാധാരണ പേർക്ക് വേണ്ടിയാണ്. അവിടെ എത്താതെ ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, അവിടത്തേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. ഈ വിഗ്രഹ ആരാധന ഒന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞർത്ഥം. വിഗ്രഹ ആരാധനയിലേക്ക് കൂടി നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണത്. വിഗ്രഹ ആരാധന നിങ്ങൾ ഒതുങ്ങിപ്പോരുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് വിഗ്രഹ ആരാധന അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പ്രകൃതിയാണ് എൻ്റെ ഭഗവതി. സൂര്യഭഗവാനാണ് എൻ്റെ ദൈവം, അതായത് മഹാദേവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന, സൂര്യലോകത്താണ് ആ ശക്തി വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമുദ്രം നമുക്കറിയാം, കടലിൻ്റെ അടിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കാർക്കും അറിയോ? ഇല്ല. എന്തിനു പറയണം? നമ്മൾ പൊട്ടക്കേൻ്റെ തവളയായിപ്പോ. നമ്മൾ ജനിച്ച ഈ ഭൂമിയിൽ എന്തെല്ലാം നമ്മൾ കണ്ട്. എന്തിനു പറയണം? നമ്മൾ ജനിച്ച നാട്ടിൽ തന്നെ നമ്മൾ കാണാതെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. എത്ര പേരെ അറിയാം നമുക്ക് നമ്മുടെ നാട്ടിൽ? ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. എനിക്ക് കണ്ണൂരിൽ എത്ര പേരെ അറിയാം? ഞാൻ വിദ്യാഭ്യാസം ഹിമാലയത്തിലും വയനാട്ടിലുമാണ് ഞാൻ ഉണ്ടായത്. എത്ര പേര് ആ ദേശത്തുള്ളവരെ അറിയാം? നമുക്ക് ആരും അറിയില്ല. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് പേരെങ്കിലും അറിയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പം ഒത്തിരി പേർക്ക് അറിയാം. അതുകൊണ്ട് ഇത്രയും സമയം സപ്പോർട്ട് ചെയ്തതിനും സഹായിച്ചതിനും 1000 നന്ദി പറയുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല. എല്ലാവർക്കും നല്ലത് പറ്റിയെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ എപ്പോഴും ചിരിച്ചിരിക്കുന്ന മുഖം കണ്ടാൽ മതി, നിങ്ങൾ ഹാപ്പി ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആരും ദുഃഖിതരായി ഇരിക്കുന്ന കാണരുത്. അസുഖം ബാധിച്ചവർക്കും പൂർണ്ണമായി അസുഖമൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൂടെ തന്നെ ഉണ്ടാവും. വെറുതെ പറഞ്ഞല്ല, ചേർത്ത് എന്നെ പിടിച്ചവരെ ഞാൻ ചേർത്ത് അങ്ങോട്ടും പിടിക്കുന്നുണ്ട്. ഈ സമയം വരെ എന്നെ കൂടെ എൻ്റെ കൈപിടിച്ച് വന്നവരാരും എന്നെ വിട്ടു പോയിട്ടില്ല. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ അവരെ കൂടെ തന്നെയുണ്ട്. അവരെപ്പം വിളിച്ചാലും, ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും ഫോൺ എടുക്കാറുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാറുമുണ്ട്. പിന്നെ യാത്രയിലാകുമ്പോൾ ഒന്നും വിചാരിക്കരുത്. യാത്രയിലാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പിന്നെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ട്രാഫിക് നിയമം പാലിക്കണം. നിയമം പാലിച്ചില്ലേ നമ്മൾ പല അപകടങ്ങളും വരും. ചെറിയൊരു നിമിഷത്തെ ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മൾ വലിയ അപകടങ്ങൾക്ക് എത്തിച്ചെന്ന് ചാടും. നമ്മളെ നാട്ടിലെ റോഡ് വിദേശ റോഡ് പോലെയല്ല, അത്രയും ചെറിയ റോഡാണ്. അത്രയും വികസനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയായി വരുമ്പോൾ സമയം പിടിക്കും. എന്നാൽ പോലും നമ്മൾ നെട്ടും ബോൾട്ടിൻ്റെ മുകളിൽ ഓടുന്ന വാഹനമാണെന്ന് മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് കസർത്ത് കളിക്കാതിരിക്കുക, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. നിങ്ങളെ കഷ്ടപ്പെട്ട് ഇത്തരം പേരെ എത്തിച്ച അച്ഛനമ്മമാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് ചെയ്തു കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറേ ബൈക്ക് കൊണ്ട് കളിക്കുന്ന പരിപാടിയെല്ലാം കുറേ കുറക്കുക. നിങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവരെന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്ന് പോലുള്ള ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ ബാധിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുന്നത്, അല്ല മറ്റായിരിക്കുമല്ല. അത് നിങ്ങളെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെന്താക്കുക, നിങ്ങളുടെ നാട്ടിന് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുക, നിങ്ങളെ രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളും നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കേ പറ്റും.
നിങ്ങൾക്കത് കഴിയുന്നുള്ള കോൺഫിഡൻറ്റും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് സർവേശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിവോഹം. ഇനി നമുക്ക് കാണാം. യാത്രക്കിടയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കും. ഇതിനൊരു കാര്യം കൂടി പറയാനുണ്ട്.